ജസ്റ്റിസ് കമാൽ പാഷ സാറിനെതിരായിട്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് യോജിക്കും. ഈ ഗ്രീഷ്മയുടെ ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൻസേഷണൽ കേസാണ്. പക്ഷെ അതൊരു റെയറസ്റ്റ് കേസ് അല്ല. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കേസിനാണ് വധശിക്ഷ കൊടുക്കുന്നത്. ഇപ്പൊ പല കേസുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത പല കേസുകളുണ്ട്, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്ത പല കേസുകളും ഉണ്ട്. അപ്പൊ ഇതുപോലെ വെൽ പ്ലാൻഡ് ആയിട്ട് ഈ ഗ്രീഷ്മയെ പോലെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത ഒരുപാട് കേസുകളുണ്ട്. അതിനൊന്നും വധശിക്ഷ കൊടുത്തിട്ടില്ല. അതിനെല്ലാത്തിനും ഒന്നും വധശിക്ഷ കൊടുത്തിട്ടില്ല. അപ്പം റേറസ്റ്റ് കേസിനാണ്, അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കേസിനാണ് വധശിക്ഷ കൊടുക്കുന്നത്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഈ ഒരു കേസിൽ ഈ കുട്ടി വധശിക്ഷയ്ക്ക് അർഹയല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. ഇപ്പൊ നമുക്ക് ഉത്രയുടെ കേസ് എടുത്ത് നോക്കാം. ഉത്രയുടെ ഹസ്ബൻഡ് സൂരജ് ഉത്രയ്ക്ക് കുഴപ്പമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ അവര് പറ്റിച്ചതൊന്നുമല്ല. അപ്പോ കാശ് ലക്ഷ്യം വെച്ച് തന്നെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇവളെ വേണ്ട, പക്ഷെ അവളുടെ സ്വത്ത് ഇനിയും അവൻ അനുഭവിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അപ്പൊ അവളെ അല്ലാത്ത രീതിയിൽ ഒഴിവാക്കാനായിട്ട് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് 3 പ്രാവശ്യമാണ് പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിക്കാൻ നോക്കിയത്. 3ാമത്തെ പ്രാവശ്യമാണ് സക്സസ് ആയത്. ചുമ്മാതെ പാമ്പിനെ കൊണ്ടുവന്ന് അഴിച്ചുവിട്ട് കടിപ്പിക്കുകയല്ലായിരുന്നു. ഈ പാമ്പിനെ കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സ്റ്റഡി ചെയ്ത് ഇവൻ തന്നെ അത് കുപ്പിയിലാക്കിക്കൊണ്ട് വന്ന് ഇവൻ തന്നെ അതിനെ തുറന്നു വിട്ട് തിരിച്ചു കുപ്പിയിൽ കയറ്റുന്ന ട്രെയിനിങ് എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇവൻ ഇത് ചെയ്തത്. അപ്പൊ ആദ്യം ഒരു മൂർഖനെ കൊണ്ടൊന്നും നടന്നില്ല, പിന്നെ ഒരു അണലിയെ കൊണ്ടൊന്നും നടന്നില്ല. അതിനുശേഷം 3ാമതൊരു മൂർഖനെ കൊണ്ടുവന്ന് അതിനെ വേദനിപ്പിച്ചെടുത്ത് എറിഞ്ഞ് ഇവളുടെ ദേഹത്തോട്ട് എറിഞ്ഞ് കടിപ്പിക്കുകയായിരുന്നു. അപ്പൊ അത് എത്ര എത്ര എന്താ പറയുന്നത്, ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള, എത്ര വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, എത്ര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ആ കേസിൽ പോലും ജീവപര്യന്തമാണ് കൊടുത്തത്. അപ്പൊ ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ക്രൂരമാണോ? അല്ല, ക്രൂരമാണ്, തീർച്ചയായിട്ടുമാണ്. പക്ഷെ അതുപോലെ തന്നെ എല്ലാ രീതിയിലും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സംഭവം തന്നെയാണിത്. അപ്പൊ റേറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് റേറസ്റ്റ് ആണെങ്കിൽ അതും റേറസ്റ്റ് ആവണമായിരുന്നു. ഇപ്പൊ ഉത്രയുടെ ഹസ്ബൻഡ് സൂരജിന്റെ കേസ് എടുക്കുകയാണെങ്കിലും അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ആണെങ്കിൽ പോലും അയാളുടെ പ്രായം കണക്കിലെടുത്തും അതുപോലെ തന്നെ അയാൾ മുൻപൊരു കേസിലും പെട്ടിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യവും കൂടെ കണക്കിലെടുത്തിട്ടാണ് ജീവപര്യന്തം കൊടുത്തത്. മുൻപൊരു കേസിലും പെട്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മർഡറിന് വേണ്ടി മുൻപ് പല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടില്ല, പല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈവൻ ഗ്രീഷ്മയും മുൻപ് ഈ ഒരു ക്രൈമിന് വേണ്ടി പല അറ്റംപ്റ്റും നടത്തിയിട്ടുണ്ട്, പക്ഷെ മറ്റൊരു ക്രൈമിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞത് ഇത് തൂക്കുകയറി വിധിക്കാൻ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് അല്ല എന്നുള്ളത്. നമ്മളിപ്പം അവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിലെ ആർക്കാണോ ഇത് സംഭവിച്ചെന്ന് ചിന്തിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കും അത് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പുള്ളി അതിന്റെ നിയമവശങ്ങൾ പഠിച്ചിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറുതെ തൂക്കിക്കൊല്ലുകയല്ല, ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ എന്താ പറയുന്നത്, ഏറ്റവും ക്രൂരമായ രീതിയിൽ തന്നെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടത്തായി ജോളി 6 പേരെ പല വർഷങ്ങളായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് കൊന്നൊടുക്കിയ ഒരാളാണ്. എന്തായി? ഒന്നും ആയിട്ടില്ല അല്ലേ? തൂക്കാൻ വിധിച്ചോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശരിക്കും അങ്ങനെ ഒരു തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് നിയമവശമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത്രയും നേരം സംസാരിച്ചത് ഇതൊരു റേറസ്റ്റ് കേസ് അല്ല, തൂക്കാൻ വിധിക്കാനായിട്ടുള്ള ഒരു ഇതുള്ള കേസ് അല്ല എന്നുള്ള പുള്ളിയുടെ വാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. നമ്മൾ പല കേസുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പും ഏറ്റവും കൂടുതൽ ദേഷ്യവും തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഗ്രീഷ്മ ഇരയും ഷാരൺ കുറ്റക്കാരനുമാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു സംസാരം എന്ന് പറയുന്നത്. പുള്ളി പറയുന്നത് അതിനെ അതുപോലെ പുറകെ നടന്ന് ട്രബിൾ ചെയ്തുകൊണ്ട് അതിന് വേറെ നിവൃത്തിയില്ലാതെ ചെയ്തതാണ്. ആ കുട്ടിക്ക് 22 വയസ്സേ ഉള്ളൂ, ആ കുഞ്ഞ് മച്ചുവേർഡ് അല്ല, അത് 90% മാർക്കിൽ കൂടുതൽ മേടിച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ ഫേവർ ചെയ്യുന്നതിനപ്പുറം ഒരു സ്വന്തം മോളോടുള്ള ഒരു വാത്സല്യ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കേട്ട് നിൽക്കുന്ന ഏതൊരാൾക്കാണേലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പുള്ളിയുടെ വീട്ടിലെ ഒരാൾക്കാണ് ഇത് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കൂല. അപ്പോ പുള്ളി പറഞ്ഞ നിയമവശങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഈ രീതിയിലത്തെ സപ്പോർട്ട്, അവൻ അന്ന് അവിടെ പ്രാർത്ഥിക്കാനല്ലല്ലോ പോയെന്ന്. അപ്പൊ ഇവള് പലതവണ ഇവനെ വിളിച്ചു വരുത്തിയിരുന്നത് പ്രാർത്ഥിക്കാനായിരുന്നു. ഇവക്കൊരു സമയത്ത് അവനെ വേണ്ടാന്ന് തോന്നി. റീസൺ എന്തും ആയിക്കോട്ടെ, അത് തേച്ചതാണെന്നുള്ളത് ഏതായാലും കാണുന്ന എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ബട്ട് എന്തായാലും ഇവക്കൊരു സമയത്ത് അവനെ വേണ്ടാന്ന് തോന്നി. അപ്പൊ
അപ്പോൾ അവൻ ഒഴിഞ്ഞു പോവാൻ തയ്യാറായില്ല. ബിക്കോസ് അവൻ അവളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു മെസ്സേജാണ്. നമുക്കൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടാന്ന് തോന്നുന്നൊരു സാഹചര്യത്തിൽ പിന്നെയും കടിച്ചു തൂങ്ങാതിരിക്കുക എന്നുള്ളൊരു നല്ല മെസ്സേജും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ ഒഴിഞ്ഞു പോവാൻ തയ്യാറാവാതിരുന്നപ്പോ ഇവക്ക് പല മാർഗങ്ങളുണ്ടായിരുന്നു. ഇവളെ വീഡിയോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തി, ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഏതോ പോലീസുകാരൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ഒരു കട്ടിലിരിക്കുന്ന ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടില്ല. എനിവേ, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ നിയമമുണ്ട് അല്ലെ? അപ്പൊ ആ നിയമത്തിനനുസരിച്ചിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികൾ അവരെടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേര് അറിയും, ഇവക്ക് പേരുദോഷം ഉണ്ടാവും. അപ്പൊ ഇവളുടെ ഭാഗം എല്ലാ രീതിയിലും സേഫ് ആക്കാനായിട്ട് ഇവള് അങ്ങ് തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അതൊരു ഇമ്മച്വർ കുട്ടിയാണ് എന്നൊന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പറഞ്ഞുകളയല്ലേ സാറേ. അതെന്താ, കാണുന്നവർ അത്ര മണ്ടരൊന്നും അല്ലല്ലോ. അവൾക്ക് ലെവലേശം ഒരു റിഗ്രറ്റ് ഇല്ലായിരുന്നു. ഇപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്, അല്ലെ അന്നേരത്തെ ഒരു അവസ്ഥയിൽ ചെയ്തു പോയതാണ് എന്ന് പറയാനായിട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതല്ല, വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. ഇനി അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഇത് സംഭവിച്ചതിന് ശേഷം, ഈ പിടിക്കപ്പെട്ട് ഇത്രയൊക്കെ ഇഷ്യൂ ആയിട്ട് ഇത്രയും നാളുകൾക്ക് ശേഷവും ഇപ്പോഴും അവൾക്ക് യാതൊരു രീതിയിലുള്ള റിഗ്രറ്റും ഇല്ലെന്നാണ് അവളെ കൊണ്ടു നടന്ന, അവളുടെ കൂടെ സമയം ചെലവഴിച്ച എല്ലാ പോലീസുകാരും പറയുന്നു. അവള് പറഞ്ഞത്, സാറേ എനിക്ക് ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 37 വയസ്സാകുമല്ലോ, അന്നേരം ഞാൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോളാന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ഒരു റിഗ്രറ്റും ഇല്ലാത്ത, ആ ഒരു ചെയ്തിയിൽ യാതൊരു രീതിയിലും ഒരു എന്താ പറയുന്ന ഫീലിംഗ് ഇല്ലാത്ത അവള് കുട്ടിയാണ്, മെച്ചുവേർഡ് അല്ല, വാവയാണെന്നൊക്കെ പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് സാറിനെ വളഞ്ഞിട്ട ആളുകൾ ആക്രമിക്കുന്നതിന് തെറ്റ് പറയാനും പറ്റില്ല. പിന്നെ സാറ് പറയുന്ന ഒരു കാര്യമാണ്, അവൾ അന്ന് മരിക്കാൻ വേണ്ടി, സ്വയം മരിക്കാൻ വേണ്ടിയാണ് ആ കഷായം റെഡിയാക്കി അവിടെ വെച്ചത്. അപ്പോഴാണ് അവൻ അവിടെ ചെന്നത്. ഇതെന്തുവാന്ന് ചോദിച്ചപ്പോൾ അത് കഷായമാണെന്ന് പറഞ്ഞു. എന്നാ എനിക്ക് കുടിച്ചിട്ട് തരാൻ പറഞ്ഞു. അവൻ മേടിച്ച് കുടിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് കുടിച്ചിട്ട് തരാന്ന് പറഞ്ഞപ്പോൾ ഇവൾ മരിക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ ഇവൾ എടുത്ത് കൊടുക്കുവോ? ഇനി കൊടുത്തു എന്നിരിക്കട്ടെ, കുറച്ച് കൊടുത്തിട്ട് ബാക്കി ഇവൾ കുടിച്ച് ഇവളൂടെ മരിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ മരിക്കാൻ ശ്രമിക്കണ്ടായിരുന്നു? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിലെവിടെയാണ് സാർ ലോജിക് ഉള്ളത്? അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവള് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറും എന്താ പറയുന്നത്, പേടിപ്പിക്കാനുള്ള ഒരു കാര്യമാണെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞ് ഫേവർ ചെയ്ത് കുഞ്ഞുവാവ, കുഞ്ഞ്, കുട്ടി, മോള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ ഒരു പ്രതിയോട്, അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് സാറേ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഗ്രീഷ്മയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു വിധി വളരെയധികം സ്വാഗതാർഹമാണ്. നമ്മൾ ഓരോ മലയാളികൾക്കും ആ ഒരു വിധി കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിധി ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ആ ഒരു വിധി തന്നെ നടപ്പാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായിട്ട് ഈ കമാൽ പാഷ സാർ പറഞ്ഞ പോലത്തെ കുറെ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ട്, ഞാൻ ക്രൈം ചെയ്താലും ഇത്ര വർഷം മാത്രം അകത്ത് കിടന്നാൽ മതി, അവിടെ കിടന്നാലും പണ്ടത്തെ പോലെ അടി ഇടിയൊന്നും ഇല്ല, നല്ല ഫുഡുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നാലും എനിക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നൊരു ചിന്തയാണ്. അത് അങ്ങനെയല്ല. ഇങ്ങനെയുള്ള വിധികൾ നടപ്പാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കൊരു പേടി വരണം. ഇങ്ങനെയുള്ള ക്രൈം ചെയ്യാൻ പോകുന്ന ആള് റീതിങ്ക് ചെയ്യണം, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇതുപോലെയുള്ള ഭവിഷ്യത്തൊക്കെ ഉണ്ടല്ലോ എന്നൊന്ന് റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ക്രൈം ഒക്കെ കുറയും. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിലവിൽ വരണം. ഈ ഒരു വിധി ഷാരന്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒന്നാണ്. അവനെ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഏത് കോടതി പോയാലും ഈ വിധി തന്നെ നടപ്പാണെന്ന് ആഗ്രഹിക്കുന്നു.